الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين നമ്മളെല്ലാവരും എപ്പോഴും ഓതുന്ന ഒരു കൊച്ചുകുട്ടി വരെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിലുള്ള ഈ ഭാഗം, അതാണ് പ്രധാനമായും ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സക്കരിയ ഇവിടെ പറഞ്ഞ ഖുതുബ അതിൻ്റെ തുടർച്ചയാണ് എന്ന് വിചാരിച്ചെന്ന്. സക്കരിയ പറഞ്ഞിട്ടുള്ളത് വഴികേടിന് രണ്ട് ഭാഗമാണുള്ളത്. അതിൽ ഒരു ഭാഗം സക്കരിയ ഇവിടെ വിശദീകരിച്ചു. ആ വഴികേടില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് ഏറ്റവും അധികം താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം അത് കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പറഞ്ഞത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഹദീസിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും ഹദീസുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം വളരെ പ്രധാനമാണ്. ഖുർആനിൽ നിങ്ങൾ ഓതി നോക്കി, നബിമാരുടെ ചരിത്രങ്ങൾ ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ഈസാ നബിന്റെ എല്ലാം. ആ ചരിത്രങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അവർക്കുള്ള കൽപ്പനയും നമുക്ക് കാണാൻ സാധിക്കും. ആ കൽപ്പനക്ക് അവരെങ്ങനെ പ്രതികരിച്ചു എന്ന് കാണാൻ സാധിക്കും. മൂസാ നബിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔന്റെ അടുക്കലേക്ക് പോകാൻ അക്രമിയായിരിക്കുന്നു. അതിന് മൂസാ നബി എന്താ ചെയ്തത് എന്നുള്ളത് ഖുർആൻ ഓതിയ ഒരാൾക്ക് കിട്ടും. ഇങ്ങനെ നബിമാരെ സംബന്ധിച്ച് അവരുടെ ചരിത്രം വിശദീകരിച്ചവർക്ക് അവർക്ക് നൽകിയ കൽപ്പനയും കാണാൻ സാധിക്കും ഖുർആനില്. പിന്നെ അവരെങ്ങനെ ചെയ്തു, അവർ പ്രവർത്തിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും സംശയം ഉണ്ടോ? സംശയമില്ലല്ലോ. എന്നാൽ ഒരു അത്ഭുതം പറഞ്ഞുതരാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനയെ നമ്മൾക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുള്ളൂ. നബി എന്ത് ചെയ്തു എന്നുള്ളത് ഖുർആന്റെ പുറത്താണ്, ഖുർആനിൽ കാണില്ല. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു അത്ഭുതം തന്നെയാണത്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു, എന്റെ അടുത്ത ആൾക്കാരോട് നീ താക്കീത് ചെയ്യുക കൽപ്പിച്ചു. എന്താ നബി ചെയ്തത് എന്നുള്ളത്, നബി ചെയ്തത് എന്താ? അവിടുത്തെ മലയുടെ മുകളിൽ കയറിയിട്ട് വാസവാഹ എന്ന് വിളിച്ചു പറഞ്ഞു. വലിയൊരു അപകടം വരാനുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമൂഹം മുഴുവൻ എന്താ മുഹമ്മദ് അവിടുന്ന് വിളിച്ചു പറയുന്നത്? അങ്ങനെ പറ്റുന്നവരൊക്കെ അവിടെ പോയിട്ട് ഒരുമിച്ച് കൂടി. പറ്റാത്തവർ തന്റെ നായിബിനെ അങ്ങോട്ട് അയച്ചു. അങ്ങോട്ട് നടക്കാനൊന്നും പറ്റാത്തവർ ഒന്ന് പോയി നോക്കി വാ എന്ന് പറഞ്ഞിട്ട് ആ സന്ദേശം കിട്ടാൻ വേണ്ടി അയച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തത് എല്ലാ കുട്ടികൾക്കും അറിയാം. ഈ മലക്കും അപ്പുറം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന സംഭവം.
ഖുർആന്റെ അകത്ത് ഇത് കണ്ടോ? ഇത് ഖുർആന്റെ പുറത്തല്ലുള്ളത് അല്ലേ? ഖുർആന്റെ അകത്ത് തിരഞ്ഞാൽ കാണില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുള്ള എല്ലാ കൽപ്പനകളുടെയും ഉത്തരം കാണണമെങ്കിൽ ഖുർആനിന്റെ പുറത്ത് പോകണം. അത് ഖുർആന്റെ തകരാറല്ല. അത് നബി അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഇന്ന അലൈന ബയാനം, ഖുർആനാണ്ട് കൊടുത്തിട്ട് ഫൈദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, ഞാൻ ഖുർആൻ അതിന്റെ വചനങ്ങൾ റബ്ബിന്റെ അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അതങ്ങോട്ട് ഓതി തന്നാൽ ഫത്തബിഉ ഖുർആന, നീ ആ പാരായണത്തെ പിന്തുടരുക, അതേപോലെ നീയും ഓതുക എന്നർത്ഥം. എന്നിട്ട് പറയണം ഫത്തബിഉ ഖുർആന. എന്നിട്ട് പറയണം സുമ്മ ഇന്ന അലൈന ബയാനഹു, അനന്തരം. സുമ്മാന്ന് ഉപയോഗിക്കുന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് നടക്കുന്നല്ല, തുടർന്ന് നടക്കുന്ന കാര്യത്തിനാണ് സുമ്മ എന്ന് പറയുന്നത്. അതിനെ വിശദീകരിക്കൽ എന്റെ മേൽ ബാധ്യതയാണെന്ന് ആരാ പറയുന്നത്? ഖുർആൻ ഇറക്കിയിട്ടുള്ള ആ റബ്ബാണ് പറയുന്നത്. ആ വിശദീകരണം ഇവിടെ നമ്മൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും. ഞങ്ങൾക്ക് ഖുർആൻ മതി, ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കി, നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കാരം കൽപ്പിക്കാനൊക്കെ ഖുർആനിലുണ്ട്, ആർക്കും ഒരു സംശയമില്ല. എങ്ങനെ നമസ്കരിക്കേണ്ടതെന്ന് ഖുർആനിലില്ല. ഫൈദാ മിൻതും, നിങ്ങൾ നിർഭയത്തിന്റെ അവസ്ഥയിലെത്തിയാൽ ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് അള്ളാഹു അറിയാത്ത സമയത്ത് പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, നിങ്ങൾ നമസ്കരിക്കുക. ആ നമസ്കരിക്കാൻ പറഞ്ഞത് എവിടെ കാണൂല? ഖുർആനിന്റെ അകത്ത് കാണൂല. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിസ്കാരം. മനസ്സിലായില്ലേ? പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിസ്കാരം. അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ഹദീസാണ്. എന്താണ് എങ്ങനെ നിങ്ങൾ നമസ്കരിക്കരുത്? എന്താണത്? ഹദീസു മുസീഉസ്സല, നിസ്കാരം കേടിരുത്തിയാളെ പറ്റിയുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് സലാം ചൊല്ലി അങ്ങനെ നമസ്കരിച്ചപ്പോ നബി പറഞ്ഞു, നബിന്റെ അടുത്ത് ആദ്യം അദ്ദേഹം നമസ്കരിച്ചു, നബിന്റെ അടുത്ത് നിന്ന് സലാം ചൊല്ലിയപ്പോ അദ്ദേഹം പറഞ്ഞു ഇർജി ഫസ്വല്ലി, പോയി മടങ്ങിപ്പോയി രണ്ടാം നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ മൂന്ന് പ്രാവശ്യം തിരിച്ചയക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, എനിക്ക് ഇങ്ങനെ കഴിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചു തരീന്ന് പറഞ്ഞു. അങ്ങനെ നബി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തക്ബീർ കെട്ടുക, അതിൽ അടങ്ങി നിൽക്കുക. പിന്നീട് സുജൂദ് പോവുക, അതിൽ അടങ്ങി നിൽക്കുക. പിന്നീട് റുക്കുവിൽ പോവുക, അടങ്ങി നിൽക്കുക. പിന്നെ എഴുത്തിദാലിനെ പറ്റി പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിലും അടങ്ങിയിരിക്കണം. അല്ല ഇങ്ങനെ കോഴി കൊത്തുന്ന പോലെ കൊത്തരുത് എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ നമസ്കരിക്കരുത്. എങ്ങനെ നമസ്കരിക്കണം എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത മിമ്പറിൽ കയറിയിട്ടാണ്. മിമ്പറിൽ വന്ന് നമസ്കരിച്ചങ്ങ് കാണിച്ചു കൊടുത്തു. അന്ന് ഇങ്ങനത്തെ സ്പീച്ചിങ് സ്റ്റാൻഡൊന്നും അല്ല, കോണി പോലെയാണ് മിമ്പർ. എന്നിട്ട് നബി തിരിഞ്ഞു നിന്നിട്ട്, ജനങ്ങളെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ആ നബി നമസ്കാരം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സുജൂദ് ചെയ്യേണ്ട സമയത്ത് കോണി വന്ന് മെല്ലെ ബാക്കിക്ക് സ്റ്റെപ്പ് വെച്ചിട്ട് ഇറങ്ങിയിട്ട് ആ മിഹ്റാബിന്റെ താഴത്ത് പോയിട്ട് സുജൂദ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയണം, എന്തിനാ ഞാനിത് ചെയ്തതെന്നറിയോ? നിങ്ങൾക്ക് നമസ്കാരം പഠിപ്പിച്ചു തരാനാണ്, നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിച്ചു തരാനാണ്. ഇത് ഭാഷയിന്ന് കിട്ടൂല. റുക്കു എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക രൂപം എല്ലാം അള്ളാഹു റസൂല് കാണിച്ചു തന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു യുവാക്കളുടെ ഒരു ക്യാമ്പ് നടത്തി. ഒരു ഗ്രാമത്തിൽ നിന്നുള്ള യുവാക്കൾക്ക് ഒരു ക്യാമ്പ് എടുത്തു. 20 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ആ ക്യാമ്പിൽ അവർ നിന്നപ്പോ അവർക്ക് വീട്ടിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയം. അങ്ങനെ നബി വന്നിട്ട് അവരോട് വീട്ടിലത്തെ വർത്താനമൊക്കെ ചോദിച്ചു. എന്നിട്ട് അവരെ യാത്ര അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പഠിച്ചിട്ടുള്ളത് നിങ്ങളെ നാട്ടിൽ പോയിട്ട് ബന്ധുക്കളോട് നിങ്ങൾ പറയുകയും അവരോട് നന്മ കൽപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞ വാചകമാണ് സല്ലു
കമാ റഅയ്തുമൂനി യുസല്ലി. നമ്മൾ സാധാരണ ആ ഭാഗം കേൾക്കാറുള്ള പശ്ചാത്തലം കേൾക്കണം. നബി 20 ദിവസം സ്വന്തം കൂടെ നിർത്തിയിട്ട് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്ത് അവരോടാണ് പറയുന്നത്, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. നമസ്കാരത്തിന്റെ സമയമെത്തിയാൽ ഒരാൾ ബാങ്ക് കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള മുതിർന്ന ആളിൽ നിന്ന് ഇമാമത്ത് നിന്ന് നമസ്കരിക്കണം. ഇതെവിടുന്ന കിട്ടുക? ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു നഷ്ടമാണ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട്. നബിക്ക് കൊടുത്ത കൽപ്പനകൾക്ക് എങ്ങനെ നബി പ്രതികരിച്ചു എന്ന് നമുക്കറിയണ്ടേ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്കും റസൂലിലേക്കും മടക്കണമെന്നാണ്. ഖുർആനിലേക്കും മടക്കിയാൽ മതി. ഖുർആനിലേക്കും നബി എങ്ങനെ ഇത് കാണിച്ചു തന്നോ, ഇത് പഠിപ്പിച്ചു തന്നോ, നബി ഈ കൽപ്പന എങ്ങനെ പാലിച്ചോ എന്നതിലേക്ക് മടക്കണം. അതെവിടെയാ കിട്ടുക? സഹിഹായ ഹദീസല്ലേ കിട്ടുക. ആ ഹദീസും നബി സ്വന്തം ഉണ്ടാക്കിയതല്ല. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നീട് എന്റെ ബാധ്യതയാണ് അതിനെ വിശദീകരിച്ചു തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആ വചനത്തിന്റെ പ്രാക്ടിക്കലാണ് നബി പിന്നീട് കാണിച്ചു തന്നത്. അത് ഖുർആനെ ശരിക്കും അനുസരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ നബി കാണിച്ചിട്ടുള്ളത് മുഴുവനും പഠിക്കണം. വളരെ ലളിതും വളരെ രസകരമാണ്. ഒരു സംശയമില്ലാത്ത ഒരാൾക്ക് ദീൻ ഖുർആൻ പിന്തുടരാൻ കഴിയും. അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ്. മനസ്സിലായില്ലേ? ഇത് അള്ളാന്റെ പക്കൽ നിന്നാണ് എന്നുള്ളതിന് ഖുർആനിന് നമ്മൾ ഒരുപാട് ഈജാസുകളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് അള്ളാന്റെ പക്കൽ നിന്നാണ് എന്നുള്ളതിന് തെളിവ് എന്താ? അത് ഹദീസിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. എല്ലാ നബിമാർക്കും ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ. മൂസാ നബിക്ക് വടിയെടുത്ത്, ഈസാ നബിക്ക് നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അത് മുഖേന ജനങ്ങൾ അവരിൽ വിശ്വസിക്കും. എന്നാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ആയത്ത് എന്താണ്? എനിക്ക് കിട്ടിയിട്ടുള്ള വഹിയാണെന്നാ പറഞ്ഞത്. ആ വഹിന് 2 പാർട്ടുണ്ട്. ഒന്ന് നാവിന്മേൽ വചനമാക്കിയിട്ടുള്ള ഖുർആൻ, രണ്ടാമത്തേത് ആ ഖുർആനെ വിശദീകരിച്ച് സുമ്മ ഇന്നാലൈന ബയാന എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യം. ഇത് രണ്ടും കൂടാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. അതിലൊന്ന് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാം വേണ്ട എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഷയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ അത്ഭുതം പറഞ്ഞുതരാം. ഖുർആനിൽ എത്രങ്ങാനും അത്ഭുതങ്ങൾ നമ്മൾ ഉദ്ധരിക്കാറുണ്ട്, ശാസ്ത്രീയ അത്ഭുതം എല്ലാം. അതൊക്കെ എന്തിനാണ്? ഇത് മുഹമ്മദ് നബി പറഞ്ഞതല്ല. മനുഷ്യകുലം മുഴുവനും ഒരുങ്ങിയാൽ ഇത് കിട്ടൂല. ഇത് പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വിവരണമാണ്. അല്ലെങ്കിൽ ഇത് കിട്ടൂല. ഇപ്പൊ അക്ബറും ഒരാളുമായിട്ട് വാദപ്രതിവാദം നടത്തി വെള്ളം കുടിച്ച് കണ്ടില്ല. ഖുർആനിലത്തെ ഒറ്റ ആയത്തുമില്ല. ഇത് ആർക്കാ പറയാൻ പറ്റുക? നബിക്ക് പറയാൻ പറ്റുമോ? ആ കാലഘട്ടത്തിലെ കപ്പിത്താന്മാർക്ക് പറയാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. അപ്പൊ അതാണ് ഖുർആന്റെ ഇജാസ്. ഇതേപോലെ ഹദീസിൽ എത്രങ്ങാനും അത്ഭുതമുണ്ട്. നിങ്ങൾ ആലോചിക്ക്, സക്കരിയ എന്ന് പറഞ്ഞല്ലോ, കസാലിയിൽ ഇങ്ങനെ ചാരി കുത്തിർന്നുകാണ്ട് ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്തോളി, ഹദീസിന് വേണ്ടെന്ന് തന്നെ തള്ളുന്ന ആൾക്കാർ വരും പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണല്ലേ, അല്ലെ? അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ പിന്തുടരുന്ന അള്ളാന്റെ റസൂൽ അന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥങ്ങൾ പിന്തുടരണമെന്നല്ല, സൂക്ഷിച്ചോളി കേട്ടോ. നിങ്ങൾ അവരെ പിന്നാലെ നിങ്ങൾ അവർ ചെയ്തൊക്കെ നിങ്ങൾ ചെയ്യൂ എന്ന് പറയണം. സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്താൽ വിടോ? വിടൂല. എന്നാൽ ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും എന്ത് ചെയ്തോ അത് ചെയ്യാൻ വേണ്ടി മത്സരാണ്. അവര് മരിച്ചവരെ മറ ചെയ്തിട്ട് അതിന്റെ മേലെ കുബ്ബുണ്ടാക്കി അതിൽ അവിടെ നിന്നുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചു. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇന്ന് നമുക്ക് യഹൂദന്മാരുടെ ഇത്തരം ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ പൂജിക്കുന്നത് കാണാൻ സാധിക്കും. അവരതിന്റെ അടുത്ത് പോയിട്ട് ഡാൻസ് എടുത്തു.
ഇന്നും നമ്മളുടെ പള്ളികളിൽ ഡാൻസ്. ഇതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റും? അക്കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റും? ഇത് അള്ളാഹുവിന്റെ റസൂല് പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വഹ്യ മുഖേന പറഞ്ഞത് കൊണ്ട് മാത്രം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇത് എനിക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു പാഠം കേട്ടോ, ഒരുപാട് എണ്ണുണ്ട്. എനിക്കിങ്ങനെ പറയാൻ കഴിയില്ല. അത് അള്ളാഹിന്റെ പക്കൽ നിന്നുള്ള വഹ്യമാണ്. ആ വഹ്യ പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് സത്യസന്ധമായി പുലർന്നത്. ബൈബിളിൽ ഒരു വചനം കാണാം, കള്ളപ്രവചനം ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു. ഡ്യൂട്രോണമിയിൽ 18-ാം അധ്യായത്തിൽ ചോദിക്കാം, കള്ളപ്രവാചകനൊക്കെ എങ്ങനെ തിരിച്ചറിയാം? 19 അല്ലെങ്കിൽ 20 വചനം. അപ്പൊ മറുപടി കൊടുത്തത് എന്താണ്? അവർ പ്രവചിക്കും, ആ പ്രവചനം സംഭവിക്കുകയില്ല. ആ പ്രവചനം അവൻ സ്വയം പറഞ്ഞതാണ്, അവനെ പേടിക്കരുത്. ഇതൊക്കെ ഒരു അടയാളം, നബിമാരുടെ അടയാളമായി കൊടുത്താണ്. പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. കാരണം ഇത് പറയുന്നത് ആരാ? റബ്ബുൽ ആലമീനാണ്. ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് ഇനി ആ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ സംഭവങ്ങളും പിന്നെ തീരുമാനിച്ചോറ ചെയ്യുന്നവനാണ്. അത് പറയുന്നത് അതുകൊണ്ട് ശരിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നുകൊണ്ട് നബി അന്ന് പറഞ്ഞ പോലെ അള്ളാന്റെ പിന്നെ ജൂതന്മാരെയും യഹൂദികളെയും ചെയ്തൊക്കെ ചെയ്യുന്നു. അച്ഛക്ക് എത്ര കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കൂല, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു സംഘം ആൾക്കാർ മുശ്രിക്കീങ്ങളുമായി ലയിക്കുന്നത് വരെ ലോകം അവസാനിക്കൂല. നിങ്ങൾ ആലോചിച്ച്, മുശ്രിക്കുകൾ പറയണ എന്താന്ന് നമ്മളെ മൂല്യന്മാര് പറയാൻ ബാക്കി? ഒന്ന് ആലോചിച്ച്. അത് അള്ളാന്റെ റസൂല് പറയണ അന്ന് ഓർക്കാൻ കഴിയുന്നത് മുശ്രിക്കുകളായിട്ട് ഈ സഹാബത്ത് പോയി കണ്ട് കൂടുന്നില്ല. അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് നടക്കുന്ന അള്ളാന്റെ റസൂല് പറയുന്നത് നടക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയണല്ല. ആ സൂക്ഷിച്ചോളി, ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറയാനാണ്. മനസ്സിലായില്ലേ? അതിൽ പെട്ടുപോകരുത്, നരകത്തിലേക്കുള്ള വഴിയാണത് എന്ന് പഠിപ്പിച്ചു തരാനാണത്. പിന്നെ പറയാണ് വിഗ്രഹം വെച്ച്. ഔസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹമല്ല, എന്തിനാണോ പൂജിക്കുന്നത് അതിനൊക്കെ വസൻ എന്ന് പറയും. അത് വെച്ച് ഒരു സംഘം പൂജിക്കുന്നവരെ ലോകം അവസാനിക്കൂല. ലോകം അവസാനിക്കൂല. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ. ഇന്ന് നമ്മൾ കണ്ണുകൊണ്ട് കാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ ഖബറിനെ നീ മാറ്റരുത് റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അവിടെ ഉപയോഗിച്ച എന്താണ്? വസൻ എന്നാണ്, വിഗ്രഹം എന്നാണ്. നബിന്റെ ഖബർ പൊന്തിച്ചാണ്ട് അങ്ങനെ ആക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇന്ന് നമ്മൾ കാണല്ലേ, കിട്ടുന്ന എല്ലാത്തിനും നിന്ന് പൂജിക്കാൻ. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ മൂല്യന്മാരെ നാവിലൂടെ വരുന്നത്. അതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലത്തുള്ള ചില പണ്ഡിതന്മാര് നരകത്തിലേക്ക് വിളിക്കുന്ന ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് വിളിക്കുന്ന ചില പണ്ഡിതന്മാര് വരുന്ന. അതേപോലെ പറഞ്ഞു, ആകാശത്തിന് താഴെ ഏറ്റവും നികൃഷ്ടവരായ ജീവികളായിരിക്കും വരുന്നത്. ഒന്ന് ആലോചിക്കി. നിങ്ങൾ ഓരോരുത്തരെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, മുന്നാണെങ്കിലേ അത് വിവരറി. ആ ജാതി തോന്നിവാസാണ് പറയുന്നത്. ആ കൂട്ടത്തിലുള്ള ഒന്നാണ് അള്ളാന്റെ ക്രിസ്ത്യാനികൾ നടത്തിയിരുന്ന നബിദിനാഘോഷം. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് നടത്തുന്നത് അതാണ്. ഇതൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൂക്ഷിക്കുക. നമ്മൾ റബ്ബിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി ഇത്തരം താക്കീതുകളെപ്പറ്റി ശരിക്ക് കാതോർത്ത് അത് വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ച് നമ്മളുടെ മക്കൾക്ക് ഈ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നമ്മൾ അള്ളാഹുവെ ഭയപ്പെട്ടവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ, സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് നരകത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറഞ്ഞൊരു കാലേ നമുക്കിവിടെ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ എത്ര കുറച്ച് കാലം, ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഐശ്വര്യമുള്ള വേറൊരു തത്വശാസ്ത്രം ഉണ്ട് ലോകത്ത്. എന്നിട്ട് കഴിഞ്ഞ് കണ്ണ് ചിമ്മിയിട്ടുണ്ടെങ്കിൽ പടച്ചവൻ ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെയും നമ്മളെ സ്വത്തും അല്ലാഹ് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താ പറയുന്നത്? നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ആ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അതിൽ കൂട്ടിയിട്ട് എനിക്കത് വേണ്ട, ഇത് വേണ്ട, എനിക്ക് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് പിശാച് തോന്നിപ്പിച്ചു തരുന്നതിന്റെ ആ ട്രാപ്പിൽ ഞാനും നിങ്ങളും പെടാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, പരലോകത്തെ നരകത്തെ ഭയപ്പെടണം, അള്ളാഹുവിന്റെ സ്വർഗത്തെ സ്വപ്നം കാണണം. അതിൽ പോയിട്ടുള്ള മഹാന്മാരായ സിറാത്ത്, ആദ്യം നമുക്ക് മുമ്പ് നടന്നിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞതുപോലെ യഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അവരുടെ കൂടെ നമ്മൾക്ക് കൂടണം. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, അതായത് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ അതുപോലെ അറിയാതെ അബദ്ധത്തിൽ പാപം ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ അള്ളാഹുവെ ഞങ്ങളെ പെടുത്തരുത്. അള്ളാഹു അവർക്ക് ഒരുക്കിയിട്ടുള്ള നരകത്തിൽ അള്ളാഹുവെ നമ്മെ ഉൾപ്പെടുത്തരുത്. നമ്മൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം. അതിന് സ്വപ്നം കണ്ട് അതിനു വേണ്ടി എന്ത് ത്യാഗം സഹിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും തരട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മത ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.